കോസ്റ്റ്യൂമും എനിക്ക് ഏകദേശം അവര് തന്നെ എടുത്താണ്. നല്ല നല്ല വിലയുള്ള കോസ്റ്റ്യൂം. ലക്ഷങ്ങളുണ്ടോന്ന് അറിയത്തില്ല, എന്നാലും നല്ല വിലയുണ്ട്. തീർച്ചയായിട്ടും സബ് തുടങ്ങിയ പിന്നെ ഞാൻ വളരെ എക്സ്പെൻസീവാ. ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ, FBയിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ യൂട്യൂബിൽ കാണുമ്പോൾ സൈഡിലൊരു ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ രേണുസുതിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. എന്ത് ചെയ്താലും കാറിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിലും ശരി, കാറിൽ കയറുകയാണെങ്കിലും ശരി, കഴിക്കുകയാണെങ്കിലും ശരി, ക്യാമറ തൂക്കി പുറകെ ഇവളുടെ നടക്കുക. ഇവളുടെ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ ക്യാമറ നോക്കി നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഈ ക്യാമറ നോക്കി ഇവളുടെ പുറകെ ഇങ്ങനെ നടക്കുന്നതുകൊണ്ടാണ് ഇവളുടെ അഹങ്കാരം കൂടുതലും. പുള്ളിക്കാരൻ്റെ വിചാരം ഇപ്പോൾ ഞാൻ വലിയൊരു സെലിബ്രിറ്റി ആയി. അതുപോലെ തന്നെ ഈ ക്യാമറ തൂക്കി നടക്കുന്നവരൊന്നും സെലിബ്രിറ്റി ആക്കി വെച്ചിരിക്കുക. വലിയ സെലിബ്രിറ്റികൾക്ക് ഇത്രയും ഇതുണ്ടാവില്ല. അത്ര 1-2 ആൽബത്തിൽ അഭിനയിക്കുമ്പോഴേക്കും പുള്ളിക്കാരി അങ്ങ് വലിയ സെലിബ്രിറ്റി ആയി. സ്വയം അങ്ങ് പുകഴ്ത്തി അങ്ങ് നടക്കുക. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് മനസ്സിലാവുന്നില്ല. എന്തായാലും കുറച്ച് പാവം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കണ്ടു നോക്കൂ. സൂചന്റെ പെട്ടി ഉപേക്ഷിച്ചില്ല. അതിന്റെ ഈ ഇതില്ലേ വീല്, 2 പോയി പൊട്ടിപ്പൊളിഞ്ഞു പോയി. ഇങ്ങനെ വലിക്കാൻ പറ്റത്തില്ല. അതല്ലേ വലിയ പുതിയ പെട്ടി. ദുബായിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന പുതിയ പെട്ടി അവിടെ കളഞ്ഞിട്ടല്ലേ ഞാൻ സൂചന്റെ പെട്ടി കൊണ്ടുവന്നത്. ദുബായിൽ നിന്ന് കൊണ്ടുവന്നത്, ദുബായിൽ നിന്ന് മേടിച്ചു. അതെനിക്ക് അറിയില്ല. സ്മിത ചേച്ചി കണ്ട് ഞാൻ ഇനോഗ്രേഷൻ പോയപ്പോൾ മേടിച്ചത് ഒരു ബ്ലൂ കളറിലെ പെട്ടി. ചിലപ്പോ ആ പെട്ടിയുടെ ഐശ്വര്യമായിരിക്കും ഈ യാത്രകളൊക്കെ. അതുകൊണ്ടായിരിക്കും ഞാനത് കളയാതെ തന്നെ വെച്ചിട്ടുണ്ട്. ഐശ്വര്യം അതാ ശ്രുതിച്ചേട്ടൻ്റെ പെട്ടീൻ്റെ ഇതുകൊണ്ടാണ്, ഭാഗ്യം കൊണ്ടാണ് യാത്രകളൊക്കെ ഇഷ്ടം പോലെ കിട്ടിയെന്നാണ് പറയുന്നത്. പെട്ടിയൊക്കെ ഉപേക്ഷിച്ചു, ഇപ്പോൾ പേരും മാറ്റിയിട്ടുണ്ട്. എന്തായാലും എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു, എന്തൊക്കെയോ അതിന് പുറകെ നടക്കുന്നു. പറ്റുന്ന ഡ്രസ്സാണെങ്കിലും പോട്ടെ, ആ ഡ്രസ്സിൻ്റെ ആ ഒരു ഇത് തന്നെ നോക്കൂ. ഇനി കമൻറ്റുകൾ പറയേ വേണ്ട, തെറിപ്പോരെന്ന് പറഞ്ഞാലും പോരാ. അത്രയ്ക്ക് മാത്രം തെറിയടിയും നെഗറ്റീവും തെറികളാണ് പുള്ളിക്കാരിക്ക് കിട്ടുന്നത്. എന്നിട്ടും പുള്ളിക്കാരിക്ക് ഒരു കൂസലുമില്ല. വീണ്ടും ആ ഒരു രീതിയിൽ തന്നെയാണ് പുള്ളിക്കാരൻ്റെ നടത്തവും ഭാവവും എല്ലാം. എന്തായാലും കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കത് കണ്ടിട്ട് വരാം. കണ്ടു നോക്കൂ. ഇന്ന് ആദ്യമായി കാണുകയാണ്. ഇവിടെ എന്താ പരിപാടി? റിസോർട്ടില് ഇവിടെ ഒരു ആൽബത്തിന്റെ ഷൂട്ടിന് വന്നതാ. പുതിയ ആൽബം പേരെന്തായിരുന്നു? പേര് വെണ്ണില. ഇറങ്ങും. ഓക്കെ, ഐശ്വര്യമായിട്ട് ഇറങ്ങിക്കണം. വലത് കാലം ഞാൻ ഇറങ്ങിക്കോളാം. നിങ്ങളൊന്നും പിന്നെ കാലാ ചെരുപ്പ് ഊരിട്ടേക്കാ. സുരേഷ് ചേട്ടാ, ആരാധകരുള്ള കാലേജ് ആ ഡ്രസ്സിൻ്റെ ആ ഒരു ഇത് കൊണ്ടാണ് പുള്ളിക്കാരി ഇറങ്ങാൻ മടിക്കുന്നത്. ഇറങ്ങെന്ന് പറഞ്ഞിട്ട് ക്യാമറാമാൻമാർ പറയുക. അപ്പം ഒന്നാമത്തെ ഡ്രസ്സ് മുട്ടിൻ്റെ മുകളിലായിട്ടാണ് നിൽക്കുന്നത്. ഇറങ്ങുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതുകൊണ്ടാണ് നിങ്ങൾ മാറുന്നു പറഞ്ഞിട്ട് പോലും അവർ മാറുന്നില്ല. അവർ അവിടെ തന്നെ കുറ്റിയടിച്ച് നിൽക്കുക. അത് പബ്ലിക്കിന് മുമ്പിൽ ഇടാൻ വേണ്ടിയിട്ട് അവരും കച്ചകെട്ടി നിൽക്കുക. ഇവളും അതിന് വേണ്ടി പ്രദർശിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കും. ഇവരൊക്കെ എന്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പുള്ളിക്കാരി നെഗറ്റീവിലൂടെ മാത്രമേ സമ്പാദിക്കൂ, ഞാൻ തുണി ഉരിഞ്ഞായാലും സമ്പാദിക്കും എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരൻ്റെ പോക്ക്. അതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ നമ്മൾ ആരും ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കണ്ടു നോക്കൂ. എന്ത് വേണമെങ്കിലും ചെയ്യും. ഏത് വിഷയം കൊടുത്താലും രേണു ചെയ്യും. പക്ഷെ നായകനാവാൻ ആളെ തപ്പിയിട്ട് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും ചെയ്യാൻ ദാസനൊന്നും പോലെ ഇത് ദാസന് പറ്റൂല. അതുകൊണ്ടാണ് അടുത്തൊരാളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്ത് വേണമെങ്കിലും രേണു ചെയ്യുന്ന പറഞ്ഞത്, എങ്ങനെ വേണമെങ്കിലും അഭിനയിക്കുന്നതാണ് പറയുന്നത്. പുള്ളിക്കാരി ഏത് ഇതിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്തോളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലെന്തോ ദാസിന് അഭിനയിക്കാൻ പറ്റില്ല, ദാസേട്ടന് അഭിനയിക്കാൻ പറ്റില്ല, എന്നെ കൊണ്ടേ പറ്റുള്ളൂ, വേറെ നായകന്മാരൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഒരു പുള്ളി, ഇതിന് പേരെന്താണെന്നൊന്നും അറിയില്ല, അതുപോലത്തെ പറ്റിയൊരു ആൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു പുള്ളിയാണ് അഭിനയിക്കാൻ വേണ്ടി, അടുത്തൊരു ആൽബത്തിന് വേണ്ടി അഭിനയിക്കാൻ വന്നിരിക്കുന്നത്. എന്താ കലികാലം, അല്ലാതെ എന്ത് പറയാനാണ്. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്ക് കണ്ടിട്ട് വരാം. കണ്ടു നോക്കൂ. ഇപ്പൊ രേണുവിന്റെ കുടുംബം മൊത്തത്തിൽ താമസിക്കാൻ അല്ലെങ്കിൽ ജീവിക്കാൻ ഒരു മാസം എത്ര രൂപ ചെലവുണ്ട്? എനിക്ക് എന്നോട് സത്യം പറഞ്ഞില്ലേ, ഇപ്പോഴും ഹരിക്കാനും കുണിക്കാനും അറിയത്തില്ല. എനിക്കുള്ള കാര്യം കണക്ക് എനിക്ക് അറിയത്തില്ല. അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിയില്ല.
വരവ് ചെലവോ എനിക്കറിയില്ലടാ ഇതെല്ലാം ചെയ്യുന്ന. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇപ്പം ഞാനല്ല വീട്ടു കാര്യങ്ങൾ നോക്കുന്ന ഞാനല്ല. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഞാൻ പൈസ കൊടുക്കും. അതായത് ഇപ്പം വീട്ടിലെ കാര്യം ചെയ്യാൻ വേണ്ടിട്ട് പൈസ കൊടുക്കുന്നല്ലാതെ ഇത് ഇന്ന ചെയ്യുക അവരാണ് അതെല്ലാം ചെയ്യുന്നത്, അവരാണ് അതെല്ലാം ഉത്തരവാദിത്തത്തോടെ നോക്കുന്നത്. അപ്പൊ എനിക്ക് അതിനെപ്പറ്റി വരവ് ചെലവ് കണക്ക് കറക്റ്റ് ഒന്നും പറയാൻ എനിക്ക് ഒരു കണക്കാണ് ഞാൻ ഇത്ര രൂപ അതല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്. അവര് ഞാൻ അങ്ങനെ കണക്കൊന്നും നോക്കാറില്ല, ഞാൻ അങ്ങനെ കൊടുക്കും. അതാണ് കണക്കൊന്നും നോക്കാറില്ല, അങ്ങനെ അങ്ങോട്ട് കൊടുക്കുക. ചേച്ചിയും ചേച്ചിൻ്റെ ഭർത്താവും മക്കളും ചേച്ചിയുടെ മക്കളും അച്ഛനും അമ്മയും എല്ലാം ആ വീട്ടിലാണ്. എന്താണ് സുധിയുടെ 2 മക്കൾക്ക് വേണ്ടിയിട്ട് കൊടുത്ത വീട്ടിലാണ് ഈ പറയുന്ന അംഗങ്ങളെല്ലാം. ഇവരുടെ ഈ ഒരു ശല്യം സഹിക്കാൻ വയ്യാതെ കിച്ചു ആണെങ്കിലും അവിടെ നിൽക്കുന്നില്ല. കിച്ചു കൊല്ലത്താണ്, ഇവരുടെ കൂടെയും കിച്ചു നിൽക്കുന്നില്ല. അപ്പം എന്തായാലും ഇവർ മൊത്തം കൈയടക്കി വെച്ചിരിക്കുന്നത്. കിച്ചുവിനും എന്താണ് സുധിയുടെ ഇളയ മോനും വേണ്ടിയിട്ടാണ് ആ വീട് കൊടുത്തത്. പക്ഷേ ഇവർ കയ്യേറി ഇവരാണ് ഇതാക്കുന്നത്. ചിലവിന് മൊത്തം ഇപ്പോൾ കിട്ടുന്നത് മൊത്തം വീട്ടിലേക്ക് ഞാൻ കൊടുക്കാറുണ്ട്. അത് കണക്കത് ശരിയാണ്, കണക്കും കാര്യം വെക്കേണ്ട കാര്യമില്ല. ആ മോനെ നോക്കുന്നത് അവരാണ്. അപ്പോൾ അതുകൊണ്ട് ആ മോൻ്റെ കോലം കണ്ടാലും അറിയാം കേട്ടോ. എന്താ പറയുക, ഈ ചേച്ചിയുടെ മക്കൾ നല്ല നല്ല വണ്ണവും പുഷ്ടിയൊക്കെ ഉണ്ട്. ഇവളുടെ മോനെ ഋതപ്പനെ കാണണം, മെലിഞ്ഞ് വല്ലാത്തൊരു കോലമാണ് ആ മോൻ്റെ. ആ മോനും കൊടുക്കാറില്ല, ഒന്നും കൊടുക്കാറില്ലായിരിക്കും. കിട്ടുന്നത് മൊത്തം ഈ ചേച്ചിയും ചേച്ചിയുടെ മക്കളുണ്ട്. ചേച്ചിയുടെ മക്കളിലും ചേച്ചിയും കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. അതുപോലെ ഋതപ്പനെ കണ്ടാലും മനസ്സിലാവും ആരാണ് ആ വീട്ടിൽ തിന്നു മുടിക്കുന്നത് ഇതായിട്ട് പോകുന്നത് എന്നുള്ളത്. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എനിക്കൊരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നല്ലോ, ആ കുട്ടിക്ക് എന്തോ ഫാമിലിയിൽ പോണം, അത്യാവശ്യം കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവള് പോയതാണ്. വേറൊരു അസിസ്റ്റന്റ് ഇങ്ങനെ ചോദിച്ചായിരുന്നു, രേണു സുധീർ അസിസ്റ്റന്റ് ആകാൻ താല്പര്യം ഉണ്ടെന്ന്. കുറെ സെലിബ്രിറ്റിയുടെ അസിസ്റ്റന്റ് ആയിട്ട് നിന്ന ഒരാളാണ്. അപ്പൊ സെലിബ്രിറ്റീസിന്റെ ഒക്കെ അസിസ്റ്റന്റ് ആയിട്ട് നിന്ന ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അസിസ്റ്റന്റ് ആവാൻ വേണ്ടി. ഇവളും സ്വയം അങ്ങ് ആക്കിയെടുത്തു, ഞാൻ വലിയ സെലിബ്രിറ്റി ആണെന്നുള്ളത് പുള്ളിക്കാരി തന്നെ സ്വയം പുകഴ്ത്തി വെച്ചിരിക്കുക. ഞാൻ വലിയ ഏതോ കൂടിയൊരു ആളാണെന്നുള്ളത് സ്വയം അങ്ങോട്ട് ആക്കി വെച്ചിരിക്കുക. എന്ത് പറയാനാണ്. എന്നാലും ബാക്കി ഭാഗം കൂടെ കണ്ടിട്ട് വരാം. പെയിന്റിങ്ങിന്റെ ഒക്കെ കോൺട്രാക്ടർ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അദ്ദേഹം മരിച്ചപ്പം ഈ ചേട്ടാപ്പി എഞ്ചിനീയറിംഗ് ജോലി വിട്ട് ആ പെയിന്റിങ്ങിന്റെ ജോലിക്ക് മെഡിക്കൽ കോളേജിൽ പൊക്കോണ്ടിരുന്ന മനുഷ്യനാണ്. അത് ആരാ പറഞ്ഞു ജോലിക്ക് പോകുന്നില്ലെന്ന്? ആരാ പറഞ്ഞു? എന്റെ ചേച്ചി നേഴ്സാണ്. പിന്നെ ആരാ ജോലിക്ക്? എന്റെ പപ്പ സുഖമില്ലാത്തോടത്തോളം ഇതുവരെ പുള്ളി അസുഖമായിട്ടും അറ്റാക്ക് വന്ന് ഓപ്പറേഷൻ ചെയ്തിട്ട് പോലും പുള്ളി ജോലിക്ക് പോകുമായിരുന്നു. എല്ലാവരും ജോലിക്ക് പോകാറുണ്ട്. ചേച്ചിൻ്റെ ഭർത്താവും, ചേച്ചി നേഴ്സാണ്, ചേച്ചിൻ്റെ ഭർത്താവ് എഞ്ചിനീയർ ആയിരുന്നു. എഞ്ചിനീയർ ആയിട്ടാണ് പിന്നെ പെയിൻറ്റിങ് പണിക്ക് പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പെയിൻറ്റിങ് പണിക്ക് പോകുന്നത്. അതുപോലെ എന്താണ് ചേട്ടൻ അച്ഛനും പപ്പയും പോവാറുണ്ട്. എല്ലാവരും പോയിട്ടാണ് സുധി ഇത്രയും വലിയ കടക്കാരനായത്. കിച്ചു പറയുന്നുണ്ടല്ലോ, സുധി എൻ്റെ അച്ഛൻ ഇത്രയും വലിയ കടക്കാരനാകാനുള്ള കാരണം അവരുടെ വീട്ടുകാർ, രേണു അമ്മേൻ്റെ വീട്ടുകാരും ജോലിക്ക് പോവാറില്ല. അവർക്ക് അസുഖങ്ങളും കാര്യങ്ങളും കടങ്ങളും എല്ലാം വീട്ടുന്നത് എൻ്റെ അച്ഛനാണ്. അതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ ഇത്രയും വലിയ കടക്കാരനായത്. എന്നിട്ട് ഈ പെണ്ണുപിള്ള കഴിഞ്ഞൊരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, എന്താണ് എൻ്റെ സുധിച്ചേട്ടൻ പോയത്, എൻ്റെ നല്ല സുധിച്ചേട്ടൻ പോയത് കുറേ കടങ്ങളും പ്രാരാബ്ദങ്ങളും എന്താണ് 2 മക്കളെയും തന്നിട്ടാണ് പോയത്. അത് ആർക്ക് വേണ്ടിയിട്ടാണ് ആ പുള്ളി ആക്കിയത് എന്നുള്ളത് ചിന്തിക്കണില്ല. മരിച്ചിട്ട് കൂടെ അയാൾക്ക് സ്വസ്ഥത കൊടുക്കാതെയാണ് ഈ പെണ്ണുപിള്ള പലതും പറഞ്ഞുണ്ടാക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ പുള്ളിക്കാരിയുടെ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഞാൻ വായിച്ചുതരാം. ഈ സൈഡിലും കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ ഡ്രസ്സ് ഒരു ഇതായിട്ടുള്ളൊരു ഡ്രസ്സ് ഇട്ടിട്ട് കച്ച പോലെ കെട്ടിയിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിങ്ങനെയായിരുന്നു, ആ ഒരു പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ഞാനൊരു മോശപ്പെട്ട സ്ത്രീയാണെന്ന് സമ്മതിച്ച് രേണുസുധി, പണത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്ന് തുറന്ന് സമ്മതിക്കുകയാണ് രേണുസുധി. ശരീര പ്രദർശനം എൻ്റെ ഒരു തൊഴിലാണ് എന്നാണ് രേണു പറയുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കണമെങ്കിൽ എല്ലാം കാണിക്കണം, ആ ഒരു സ്റ്റൈൽ പിടിച്ചാണ് രേണുസുധി പോകുന്നത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിൽ രേണു പറയുന്നത് ഇങ്ങനെയാണ്: അതെൻ്റെ തൊഴിലാണ്, ഞാൻ ഇനിയും കൂടുതൽ എക്സ്ക്ലൂസീവ് കണ്ടൻറ്റുകൾ ഇടും, എൻ്റെ കാലിന് ആരാധകർ കൂടുതലാണ്, എൻ്റെ കാലും മറ്റും പലതും കാണാനാണ് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ഇനിയും കാണിക്കും. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് തെറ്റിദ്ധരിച്ചത് നമ്മൾ പ്രേക്ഷകരാണ്. രേണുസുധി പാവം ഒരു തങ്കപ്പെട്ട സ്ത്രീയാണെന്ന് പാവം നമ്മൾ തെറ്റിദ്ധരിച്ചു. അതെ, സത്യത്തിൽ ഞാൻ അതല്ല, ഞാൻ ശരീര പ്രദർശനം ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് രേണു പറയാതെ പറയുകയാണ്. ഏതോ അല്ലേ, പാവം ജീവിക്കട്ടെ.
എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയല്ലേ? അതെ, എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ട് ഒരിത് പോസ്റ്റ് കണ്ടതാണ് കേട്ടോ. ഞാൻ രേണു സുധി പോസ്റ്റ് ഇട്ടതല്ല, രേണു ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്താണ് എനിക്ക് എൻ്റെ ഇതിന് വേണ്ടിയിട്ട്, എൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെ വേണമെങ്കിലും അഭിനയിക്കും, അതുപോലെ തന്നെ എന്താണ് ഞാൻ എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഞാൻ ശരീര പ്രദർശനം ചെയ്തിട്ടാണെങ്കിലും ഞാൻ അഭിനയിക്കും എന്നുള്ള തരത്തിലുള്ള ഒരു ഇതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പുള്ളിക്കാരി ഇട്ട പോസ്റ്റല്ല, ഞാൻ ഫസ്റ്റ് അങ്ങനെ പറഞ്ഞു, പുള്ളിക്കാരി ഇട്ട പോസ്റ്റല്ല, ഇങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ പുള്ളിക്കാരി ഒരു എന്താണ് ഷൂട്ടിനോ കാര്യത്തിനോ എന്തിനോ പോയ സമയത്ത് ഋതപ്പനെ കോൾ ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു. എൻ്റെ മക്കളെ ഞാൻ എപ്പോഴും വിളിക്കാറുണ്ട് എന്നുള്ള തരത്തിൽ ഋതപ്പൻ്റെ വീഡിയോ കോൾ ചെയ്യുന്ന ആ ഒരു ഇത് കാണിച്ചിട്ട് എൻ്റെ ഋതപ്പനുമായിട്ട് ഞാൻ സംസാരിക്കുകയാണെന്ന് പറഞ്ഞിട്ട്, എന്തിനു വേണ്ടിയിട്ട്, ആരെ കാണിക്കാൻ വേണ്ടിയിട്ട്? നീ ചെയ്യുന്നത് നിനക്ക് ഇതാവുള്ളതാണ്, അല്ലാതെ നാട്ടുകാരെ കാണിച്ചിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രേക്ഷകരെ പൊട്ടന്മാരാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. എന്താ പറയുക, ഇങ്ങനെയുള്ള തോന്നിവാസങ്ങളിലൂടെ പോകുമ്പോൾ നെഗറ്റീവുകൾ ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനിയും പുള്ളിക്കാരി ആഗ്രഹിക്കുന്നതും അതാണ്. പോസിറ്റീവിലൂടെ എന്തായാലും പുള്ളിക്കാരിക്ക് പണം സമ്പാദിക്കാൻ പറ്റില്ല എന്നുള്ളത് പുള്ളിക്കാരിക്ക് അറിയാം. നെഗറ്റീവിലൂടെ മാത്രമാണ് ഇപ്പോൾ പുള്ളിക്കാരി പണം സമ്പാദിക്കുന്നത്. എന്തായാലും ഏതുവരെ പോകുന്നുള്ളൂ നമുക്കും നോക്കാം, അല്ലാതെ ഇതിന് നമ്മളാരും പറഞ്ഞത് കൊണ്ടോ എന്തെങ്കിലും ചെയ്തത് കൊണ്ടോ ഒന്നും യാതൊരു കാര്യമില്ല. പുള്ളിക്കാരിക്ക് സ്വയം മനസ്സിലാക്കണം, അല്ലാതെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല അല്ലേ. അപ്പോൾ ഈ വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള ഒരു ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.